ഈ ഒരു സിമ്പിൾ കാര്യം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ട്രേഡിങ് സക്സസ്ഫുൾ ആവും, ഞാനും സക്സസ്ഫുൾ ആവും. പക്ഷേ കേൾക്കുമ്പോൾ ഭയങ്കര എളുപ്പമാണ്, പക്ഷേ ഇത് ചെയ്തെടുക്കാൻ ഭയങ്കര പാടാണ്. എന്താണെന്നറിയോ? ഒരു ബുക്ക് എടുക്കുക, ആ ബുക്കിനകത്ത് എഴുതി വെക്കുക, ഇന്ന സെറ്റപ്പ് ഇന്ന കാര്യങ്ങൾ കാണുമ്പോൾ മാത്രം ഞാനൊരു ട്രേഡിനകത്ത് എൻ്റർ ചെയ്യത്തുള്ളൂ. ഓക്കെ, ഒരു ചെക്ക് ലിസ്റ്റ് പോലെ അതുണ്ടാക്കി വെക്കുക. ഇതുണ്ടാക്കാൻ ഭയങ്കര എളുപ്പമാണ്, പക്ഷേ ഇത് ഫോളോ ചെയ്ത് ട്രേഡ് എടുക്കാനാണ് ഭയങ്കര പാട്. നമ്മൾ മാർക്കറ്റിനകത്തിട്ട് ചാർട്ട് വാച്ച് ചെയ്യുമ്പോഴത്തേനും എപ്പോഴും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, എപ്പോഴും സെറ്റപ്പ്സ് ഫോം ചെയ്യും. പക്ഷേ മിക്ക സമയത്ത് നമ്മുടെ ഐഡിയൽ സെറ്റപ്പ് ആയിരിക്കില്ല അത്. പക്ഷേ ഔട്ട് ഓഫ് ഇമ്പൾസീവ്നെസ് നമ്മൾ പോയി ആ ട്രെയിനകത്ത് കയറും, കുളമാക്കും. ഇതാണ് നോർമലി സംഭവിക്കുന്നത്. ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ട്, ഒരു സെറ്റപ്പ് ഉണ്ട്, അത് എടുത്ത് വെച്ചിട്ട് അതിനെ ബേസ് ചെയ്ത് മാത്രം ഞാൻ ട്രേഡ് എടുക്കുന്നുള്ളൂ എന്ന് ഉറച്ച് തീരുമാനം എടുത്ത് അത് കാണുമ്പോൾ മാത്രം ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ ആക്ച്വലി ഭയങ്കര സ്മൂത്താണ് കാര്യങ്ങളെല്ലാം. ഞാൻ അങ്ങനെ എന്തൊക്കെ ട്രേഡ് എടുത്തിട്ടുണ്ടോ അന്നെല്ലാം എനിക്ക് നല്ല വിന്നിങ് ട്രേഡ്സ് ആയിരുന്നു. പക്ഷേ ഞാനിത് എഴുതി വെക്കുമെങ്കിൽ പോലും ഇടയ്ക്ക് ഇത് ഫോളോ ചെയ്യാതെ പോയി ട്രേഡ് എടുക്കും, ആൻഡ് കുളമാക്കും. കുളമാക്കിയതിന് ശേഷം വീട്ടിൽ റിഗ്രറ്റ് ചെയ്യും, എന്തിനാ അങ്ങനെ ഒരു ട്രേഡ് എടുത്തത്, നിൻ്റെ സെറ്റപ്പ് അവിടെ ഉണ്ടായിരുന്നോ, ഇല്ല, എന്നിട്ട് എന്തിനാ ട്രേഡ് എടുത്തതെന്ന് പറഞ്ഞിട്ട് അതിനെ ക്വസ്റ്റ്യൻ ചെയ്യും. സോ പ്ലെയിൻ ആൻഡ് സിമ്പിൾ സാധനമാണ്. നിങ്ങൾക്ക് ഒരു എഡ്ജ് ഉണ്ടെങ്കിൽ അത് ഒരു ബുക്കിനകത്ത് എഴുതി വെക്കുക, അത് ഫോളോ ചെയ്ത് മാത്രം ട്രേഡ് എടുക്കാൻ നോക്കുക. ഇഫ് യു ആർ ഏബിൾ ടു ഡു ദാറ്റ്, യു വിൽ ബി എ സക്സസ്ഫുൾ ആൻഡ് പ്രോഫിറ്റബിൾ ട്രേഡർ. അതാണ് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം. ആൻഡ് എൻ്റെ കേസിലും അത് തന്നെയാണ്, ഞാനും അത് തന്നെയാണ് ശ്രമിച്ചിരിക്കുന്നത്. എൻ്റെ ഒരു ഐഡിയൽ പ്ലാൻ ഉണ്ട്, ആ ഐഡിയൽ പ്ലാൻ ഫോളോ ചെയ്ത് മാത്രം ട്രേഡ് എടുക്കണം. അതല്ലാതെ എന്ത് കണ്ടാലും എടുക്കാതിരിക്കുക എന്നുള്ളതാണ് ഞാനിപ്പം മാക്സിമം ട്രൈ ചെയ്തിരിക്കുന്നതും അത് കൺട്രോൾ വെക്കാൻ ശ്രമിക്കുന്നു. ഹോപ്പ്ഫുള്ളി അത് മാത്രം ഫോളോ ചെയ്ത് ട്രേഡ് എടുക്കാൻ എനിക്കും പറ്റട്ടെ, നിങ്ങൾക്കും പറ്റട്ടെ.